ഹലോ വെൽക്കം ബാക്ക് ടു ലേണിനോ. കീം 2025 റാങ്ക് ലിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും എല്ലാവരും. സോ റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെയുള്ള ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ്. ഓപ്ഷൻ രജിസ്ട്രേഷന് മുന്നേ തന്നെ നമുക്ക് ഏതൊക്കെ കോളേജസിൽ ഏതൊക്കെ കോഴ്സസ് ആണ് കൊടുക്കേണ്ടത് എന്നുള്ള ഓപ്ഷൻ പ്രിപ്പറേഷൻ നമ്മൾ ചെയ്തു വെക്കണം. എങ്കിലേ നമുക്ക് ഈസി ആയിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഞാൻ മുന്നേ ഇട്ടിട്ടുള്ള വീഡിയോസിന്റെ താഴേക്ക് ഒരുപാടധികം ഡൗട്ട്സും കമന്റ്സും കണ്ടതുകൊണ്ടാണ് വീണ്ടും ഒരു വീഡിയോ കുറച്ചും കൂടെ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് റാങ്ക് വന്നാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കിയിട്ട് നമുക്ക് ഏത് കോളേജിൽ ഏത് കോഴ്സ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എങ്ങനെയാണ് നോക്കുക എന്നുള്ളത് ഞാൻ ഓൾറെഡി ഒരു ലോങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം 2024 എങ്ങനെയാണ് റാങ്ക് അലോട്ട്മെന്റ് പോയിട്ടുള്ളത്, സെക്കൻഡ് അലോട്ട്മെന്റ് കഴിയുമ്പോൾ ഓരോ കോളേജിലും ഓരോ കോഴ്സസിനും എത്ര റാങ്ക് വരെ പോയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. എക്സാക്ട്ലി സെയിം ഫിഗർ അല്ലെങ്കിലും നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും, ആ ഒരു റേഞ്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതൊന്ന് നമുക്ക് നോക്കി വെക്കാം. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ചാൻസ് ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പം എ എന്ന് പറയുന്ന ഒരു കോളേജിൽ ഇസിഇക്ക് കഴിഞ്ഞ വർഷം ഒരു 8000 വരെയാണ് റാങ്ക് പോയിട്ടുള്ളതെന്ന് വിചാരിക്കാം. നമുക്ക് ഈ വർഷം കിട്ടുന്നത് ഒരു 8400 8500 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഏകദേശം ആ കോളേജിൽ കിട്ടാൻ സാധ്യതയുണ്ട്. അതേസമയം നമ്മുടെ റാങ്ക് ഒരു 15,000 16,000 ആണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം 8,000 റാങ്ക് പോയവിടെ നമുക്ക് കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഓക്കെ, അതായത് ആ ഒരു റേഞ്ച് വെച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇൻ ആൻഡ് അറൌണ്ട് നമുക്ക് ഏകദേശം ആ ഒരു റേഞ്ച് മനസ്സിലാക്കാൻ പറ്റും. എനിവേ നമുക്കിപ്പോ ടോപ്പ് കോളേജസിലൊക്കെ, ഇപ്പൊ ഗവൺമെന്റ് കോളേജസിലൊക്കെ എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് സീറ്റിൽ നമുക്ക് ടോപ്പ് ബ്രാഞ്ചസ് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ അത്രയും നല്ല റാങ്ക് ഉണ്ടെങ്കിലേ കിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ റാങ്ക് ഒരുപാട് പുറകിലാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ ടോപ്പ് കോളേജസിൽ കിട്ടും എന്നിപ്പോ കഴിഞ്ഞ വർഷം ഇപ്പൊ ഒരു കമ്പ്യൂട്ടർ സയൻസ് ഒരു ടോപ്പ് കോളേജിൽ ഒരു 3000 അറൌണ്ട് അല്ലെങ്കിൽ ഒരു 3500 ഒക്കെ റാങ്ക് ആണ് ലാസ്റ്റ് റാങ്ക് ആയിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ഈ വർഷം നമുക്ക് കിട്ടിയ റാങ്ക് 18,000 ആണെങ്കിൽ ആ കോളേജിൽ CSE നമുക്ക് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ ഒരു വകയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കി നമ്മുടെ റാങ്ക് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു ചാൻസ് ലിസ്റ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാം. അപ്പോൾ ഈ റാങ്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതാണ്. അതിന് മുന്നേ നമ്മൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് വെച്ച് കയ്യിൽ സെറ്റ് ആക്കി വെക്കുക. പിന്നെ നമ്മുടെ ഒരു മാർക്കും നമ്മുടെ കീമിന്റെ സ്കോറും ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏകദേശം നമുക്ക് എത്ര റാങ്ക് വരും എന്നുള്ള ഒരു ഐഡിയ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ചാൻസ് ലിസ്റ്റ് ഏകദേശം പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഓക്കെ, അതിനുശേഷം പിന്നെ നമ്മൾ ഓപ്ഷൻസ് പ്രിപ്പയർ ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും കൊടുക്കാം. ഓപ്ഷൻ രജിസ്ട്രേഷനിൽ നമുക്ക് എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ റാങ്ക് കുറച്ച് പുറകിലേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാൻസ് എടുക്കാൻ നിൽക്കരുത്. ഇപ്പൊ ഞാൻ ഒരു 5 കോളേജ് മാത്രം കൊടുത്തു അല്ലെങ്കിൽ ഒരു 10 കോളേജ് മാത്രം കൊടുത്തു, അവിടെ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ മാക്സിമം നമ്മൾ ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ ചിലർ ഈ പറഞ്ഞ പോലെ ഒരു ഓവർ കോൺഫിഡൻസിന്റെ പേരിൽ ഇപ്പൊ നമുക്കൊരു 5000 അല്ലെങ്കിൽ ഒരു 6000 ഒക്കെ നമുക്ക് റാങ്ക് വന്നു. അപ്പൊ കഴിഞ്ഞ വർഷം ആ ഒരു 5000 ഇന്ന കോളേജിൽ കിട്ടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് ഒരു 4-5 കോളേജിൽ മാത്രം നമ്മൾ കൊടുത്തു എന്ന് വിചാരിക്കുക. ഇപ്രാവശ്യത്തെ ട്രെൻഡ് അങ്ങനെ തന്നെ ആയിക്കൊള്ളണം എന്നില്ല. അപ്പൊ കഴിഞ്ഞ വർഷം കൂടുതൽ പേര് ആദ്യത്തെ, അതായത് ടോപ്പ് റാങ്ക് ഉള്ളവർ കമ്പ്യൂട്ടർ സയൻസ് ആണ് ഓപ്റ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ ഈ വർഷം ചിലപ്പോൾ അത് ഈസി ആയിട്ട് മാറാം. അപ്പൊ ഈ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരും. അപ്പൊ ഒരുപാട് റേഞ്ചിൽ വ്യത്യാസം വരില്ല എന്നുണ്ടെങ്കിലും കുറച്ച് റാങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും. അതുകൊണ്ട് നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ നമുക്ക് എത്ര ഓപ്ഷൻസ് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അതേപോലെ തന്നെ നമ്മൾ ജോയിൻ ചെയ്യും, അതായത് നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻസിൽ ഏത് കോളേജിൽ ഏത് കോഴ്സ് കിട്ടിയാലും നമ്മൾ ജോയിൻ ചെയ്യും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് ഓപ്ഷനിൽ വെച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ, ഇപ്പോ നമ്മൾ ഒരു കോളേജിൽ നമ്മൾ കൊടുക്കുന്നു, നമ്മൾ ഓപ്ഷനിൽ ഇട്ടു, നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ ആ കോളേജ് കിട്ടി, ഓപ്ഷനിൽ വന്നു, നമ്മൾ അവിടെ നമ്മളൊരു ടോക്കൺ ഫീ അടിച്ച് നമ്മൾ ആ ഒരു സീറ്റ് നമ്മൾ ബുക്ക് ചെയ്യണം. അതിനുശേഷം പിന്നെ വരുന്ന അലോട്ട്മെന്റുകളിലൊന്നും അതിന്റെ മുകളിലേക്ക് കൊടുത്തിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ നമുക്ക് എവിടെ കിട്ടിയോ അവിടെ പോയി നമ്മൾ ജോയിൻ ചെയ്യണം.
അയ്യോ എനിക്ക് ഇനി ആ കോളേജ് വേണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഓപ്ഷനിൽ കൊടുക്കുന്നത് ഏത് സ്ഥലത്താണെങ്കിലും ഏത് കോളേജിലാണെങ്കിലും നിങ്ങൾക്ക് അവിടെ പോയി ജോയിൻ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അത് ഓപ്ഷനിൽ വെക്കാം. അപ്പൊ ഈ ഓപ്ഷൻ പ്രിപ്പയർ ചെയ്യാന്ന് പറയുന്നത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്, വളരെയധികം ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ റാങ്ക് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ആ സമയത്ത് പിന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട് ഇതിനെപ്പറ്റി കൃത്യമായി ആലോചിക്കാൻ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എക്സ്പേർട്സുമായിട്ട് കൺസൾട്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു തീരുമാനം എടുക്കാനുള്ള സമയം ഇപ്പോൾ ഉണ്ട്. ഏത് കോളേജ് വേണം, ആ കോളേജ് നല്ലതാണോ, അവിടെ അഫിലിയേഷൻ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടുണ്ടോ, ലാബ് നല്ല സൗകര്യങ്ങളുണ്ടോ, നല്ല ഫാക്കൽറ്റീസ് ഉണ്ടോ, അവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയാണ്, പ്ലേസ്മെന്റ് എങ്ങനെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാനുള്ള സമയം നിങ്ങൾക്കുണ്ട്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏതൊക്കെ ഓപ്ഷൻസ് കൊടുക്കണം എന്നുള്ള കോഴ്സും കോളേജും നിങ്ങൾക്ക് ഇപ്പോൾ തീരുമാനിച്ചു വെക്കാം. ഓക്കെ, അതിനുശേഷം നമ്മൾ ഓപ്ഷൻസ് ഫൈനലൈസ് ചെയ്യുക. ഫൈനലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രയോറിറ്റി, ഒരു ഓർഡർ ഉണ്ടാക്കുക. ഫസ്റ്റ് എവിടെ കൊടുക്കണം, സെക്കൻഡ് എവിടെ കൊടുക്കണം, തേർഡ് എവിടെ കൊടുക്കണം എന്നുള്ള നിങ്ങളുടെ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് വെച്ചിട്ട് അത് ഫൈനലൈസ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ചെയ്യേണ്ട കാര്യം. ഇത്രയും നിങ്ങൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്ഷൻ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഈസി ആയിരിക്കും. ഇതെല്ലാം ഓൺലൈൻ ആയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓരോ ഓപ്ഷൻസും നമ്മൾ കൊടുത്ത് കൺഫേം ചെയ്ത്, അതായത് കോളേജ്, കോഴ്സ് വെച്ച് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഞാൻ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിൽ പറഞ്ഞപ്പോൾ കൃത്യമായിട്ട് ഓരോ കോഴ്സും ഓരോ കോളേജിലും കാറ്റഗറി തിരിച്ച് കഴിഞ്ഞ വർഷം ഏതൊക്കെ റാങ്ക് പോയിട്ടുണ്ടെന്ന്, ലാസ്റ്റ് റാങ്ക് പോയിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. ലൈക്ക് സ്റ്റേറ്റ് മെറിറ്റിൽ എത്രയാണ്, ഓരോ കാറ്റഗറിയിലും എത്രയാണെന്നുള്ളത് കോഴ്സ് വൈസ് നമുക്ക് ഈ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിൽ അറിയാൻ പറ്റും. അപ്പൊ പ്രൊസീജിയർ വളരെ ഈസിയാണ്. കുറച്ചു നേരം നമ്മൾ അതിനു വേണ്ടി ഇരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നിങ്ങൾ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൽ അലോട്ട്മെന്റ് വരുന്നത് എന്നുള്ളത് ഞാൻ ഒരു ജസ്റ്റ് ഡെമോ കാണിക്കുക. ഞാൻ നേരത്തെ ചെയ്ത വീഡിയോയിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അതൊന്ന് പറയാം. ഓക്കെ, 3 രീതിയിലാണ് നിങ്ങൾക്ക് ഓപ്ഷൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കാം. ഫസ്റ്റ് ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് ഏതെങ്കിലും കോളേജ് ആണ് നിങ്ങൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് കോളത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ കൊടുക്കാം. അതായത് കോളേജിനാണ് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾക്ക് CET-യില് ഏത് കോഴ്സ് കിട്ടിയാലും ഞാൻ പോകാൻ തയ്യാറാണ്. ECO, ട്രിപ്പിളിയോ, CSCO ഏതാണെങ്കിലും ഞാൻ അവിടെ പോകാൻ തയ്യാറാണ്. അല്ലെങ്കിൽ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ, അല്ലെങ്കിൽ NSS-ല്, TKM-ല് ഏത് കോഴ്സ് ആയാലും എനിക്ക് പ്രശ്നമില്ല എന്നുള്ളവർക്ക് ഫസ്റ്റ് കോളത്തിൽ കൊടുത്ത പോലെ കൊടുക്കാം. ആദ്യം ഞാൻ കൊടുത്തു. ഇതിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ആദ്യത്തേത് കോളേജ് കോഡും പിന്നെ ഉള്ളത് കോഴ്സിന്റെ കോഡുമാണ്. PC എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, CSE എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ട്രിപ്പിൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അങ്ങനെ അപ്പൊ നിങ്ങൾ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ഈ കോളേജ് കോഡ് ആൻഡ് കോഴ്സ് കോഡ് ആയിട്ടാണ് കൊടുക്കേണ്ടത്. കോളേജ് കോഡ്, കോഴ്സ് കോഡ് ഒക്കെ നിങ്ങൾ പ്രോസ്പെക്ടസിൽ കറക്റ്റ് ആയിട്ട് അത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാം. അപ്പൊ ഞാൻ ഓപ്ഷൻ കൊടുക്കട്ടെ, എനിക്ക് കോളേജ് ആണ് ഇമ്പോർട്ടന്റ്. അപ്പൊ ഞാൻ ആദ്യത്തെ കോളേജിൽ EC കൊടുത്തു, CSE കൊടുത്തു, ട്രിപ്പിൾ കൊടുത്തു. അടുത്തത് TCR, ഇത് നെക്സ്റ്റ് കോളേജിൽ EC കൊടുത്തു, CSE കൊടുത്തു, ട്രിപ്പിൾ കൊടുത്തു. അടുത്തത് TKM-ൽ EC കൊടുത്തു, CSE കൊടുത്തു, ട്രിപ്പിൾ കൊടുത്തു. NSS കോളേജിൽ EC കൊടുത്തു, CSE കൊടുത്തു, ട്രിപ്പിൾ കൊടുത്തു. അപ്പൊ എന്റെ കോളേജ് പ്രിഫറൻസ് ആണ് ഞാൻ അവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതില് നമുക്കിപ്പോ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിയുമ്പോൾ, നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിന് മുന്നേ ഒരു ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞൊരു പ്രോസസ് ഉണ്ട്. അത് ജസ്റ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആ കിട്ടുന്നതിനകത്ത് യാതൊരു കാര്യമില്ല, ആ കോളേജിൽ നമുക്ക് കിട്ടണമെന്നില്ല. അത് ജസ്റ്റ് ആസ് എ പ്രൊസീജിയർ നമുക്ക് വരുന്നത്. ഫസ്റ്റ് അലോട്ട്മെന്റ് ആണ് ഇമ്പോർട്ടന്റ്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ നമുക്ക് എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ടോക്കൺ ഫീ അടച്ച് നമ്മൾ ആ സീറ്റ് നമ്മൾ ബുക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ആ സമയത്ത് നമ്മൾ കോളേജിൽ പോവുകയോ ബാക്കി ഉള്ള അഡ്മിഷൻ എടുക്കുന്ന പ്രൊസീജിയർ ഒന്നും വരുന്നില്ല. ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിയുമ്പോ നമുക്കിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയണം, 6ാമത് കൊടുത്ത ഓപ്ഷൻ ആണ് കിട്ടിയതെന്ന് വിചാരിക്കാം. ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിയുമ്പോൾ അങ്ങനെ 6ാമത്തെയാണ് കിട്ടിയതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ടോക്കൺ അടച്ച് ഈ സീറ്റ് അങ്ങ് നമ്മൾ ബുക്ക് ചെയ്യുന്നു. ഓക്കെ, ഓട്ടോമാറ്റിക്കലി 7 മുതൽ 12 വരെയുള്ള നമ്മുടെ എല്ലാ ഓപ്ഷൻസും ക്യാൻസൽ ആവും. പിന്നെ നമുക്ക് ഒരിക്കലും 7 മുതൽ 12 വരെയുള്ള ഒരു കോളേജിലും അഡ്മിഷൻ കിട്ടില്ല. ക്ലിയർ ആയല്ലോ? പിന്നെ നമുക്ക് സാധ്യതയുള്ളത് 1 മുതൽ 5 വരെയുള്ള കോളേജിലാണ്. ഓക്കെ, ഈ 1 മുതൽ 5 വരെയുള്ള കോളേജിൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ നമുക്ക് സാധ്യത ഉണ്ടെങ്കിൽ കിട്ടും. പക്ഷേ അങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഈ ആദ്യം കിട്ടിയ 6ാമത്തെ ഓപ്ഷനിൽ നിന്ന് നമ്മൾ മുകളിലുള്ള കോളേജിൽ പോയി ജോയിൻ ചെയ്യണം. പിന്നെ എനിക്ക് 6ാമത്തെ മതിയായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്കൊരു പ്രൊവിഷൻ ഉണ്ടാവും.
ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്യാൻ ആ സമയത്ത് ഒരു ഓപ്ഷൻ തരും. അപ്പൊ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഈ 6ാമത്തെ കോളേജ് കൺഫേം, അവിടെ പോയി നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ബാക്കിയുള്ള പ്രോസസ്സ് ചെയ്യാം. ഇത് വളരെയധികം ശ്രദ്ധിക്കുക. നമുക്കൊരു കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ താഴേക്ക് വരുന്നതെല്ലാം ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും. അതിന് മുകളിൽ വരുന്നത് മാത്രമേ അടുത്ത അലോട്ട്മെന്റിന് പരിഗണിക്കുകയുള്ളൂ. അടുത്ത അലോട്ട്മെന്റിൽ അവിടെ എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നമ്മൾ അങ്ങോട്ട് മാറണം. മാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ കിട്ടിയത് നിലനിൽക്കില്ല. നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ നിന്നും, അതായത് സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്നും നമ്മൾ പുറത്താവും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ചാൻസ് എടുക്കണ്ട എന്നുണ്ടെങ്കിൽ, നമുക്ക് ഇപ്പൊ കിട്ടിയതിൽ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ ഹയർ ഓപ്ഷൻസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ആ സമയത്ത് ഉണ്ടാവും. ക്ലിയർ ആയോ? അപ്പോ ആ ഒരു പ്രോസസ്സ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ കോളത്തിൽ കൊടുത്ത പോലെ നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോഴ്സിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ, ഇപ്പോ ഒരു സ്റ്റുഡന്റിന് എനിക്ക് ഏത് കോളേജ് ആയാലും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് ഈസി കിട്ടണം, അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ ഈ രണ്ടാമത്തെ കോളത്തിൽ കൊടുത്ത പോലെ ഓപ്ഷൻസ് കൊടുക്കാം. കോളേജസ് മാറ്റി 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 ഈസി കൊടുക്കും. അതിനുശേഷം ഈസി, ഇനിയിപ്പോ ഞാൻ വിചാരിച്ചത്, ഞാൻ ജസ്റ്റ് ഒരു ഡെമോ ആയതുകൊണ്ടാണ് 4 കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് 5, 6, 10, 15 കോളേജിൽ ഈസി കൊടുത്തതിന് ശേഷം, ഇനി ഇവിടെ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ CSEക്ക് പോകുന്നുള്ളൂ, അത് അതിന്റെ താഴെ കൊടുക്കാം. ഇനി ഇതല്ല, എനിക്കിനി ഏത് കോളേജിലാണെങ്കിലും ഈസി ആണെങ്കിൽ മാത്രമേ ഞാൻ പോകുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ കോളേജിലും ഈസി മാത്രം ഓപ്ഷൻ കൊടുത്തിട്ട് അവിടെ നിർത്താം. കാരണം ഈസി അല്ലാതെ മറ്റൊരു സബ്ജക്റ്റും പഠിക്കാൻ താല്പര്യമില്ലെങ്കിൽ അങ്ങനെ കൊടുക്കാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെയും അപ്ലിക്കബിൾ ആണ്. നമുക്കിപ്പം 3ാമത്തെ ഓപ്ഷൻ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയാൽ താഴേക്കുള്ളത് പിന്നെ ഒന്നും പരിഗണിക്കപ്പെടുന്നില്ല. അടുത്ത സെക്കൻഡ് അലോട്ട്മെന്റിൽ 1, 2 കിട്ടുകയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം, അല്ലെങ്കിൽ 3ൽ തന്നെ നമുക്ക് നിൽക്കാം. ഇനി 3ൽ നമുക്ക് കിട്ടി 1ഉം 2ഉം വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം. സെയിം പ്രൊസീജിയർ. ഇനി 3ാമത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, മിക്സഡ് ആയിട്ടാണ് നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുന്നത്. അതായത് നമുക്കിപ്പം ഒരു കോളേജിൽ ഈസി ആണെങ്കിൽ എനിക്ക് വേണം, പക്ഷെ ആ കോളേജ് എനിക്ക് ട്രിപ്പിളിയോ CSEയോ മെക്കോ സിവിലോ ആണെങ്കിൽ എനിക്ക് വേണ്ട. അങ്ങനെ ഒരു കോളേജ് ആൻഡ് കോഴ്സ് കോമ്പിനേഷൻ പ്രിഫർ ചെയ്യുന്നവർക്ക് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഓപ്ഷൻസ് കൊടുക്കാം. അവിടെയും ഈ പറഞ്ഞ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ആദ്യത്തെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടുന്നത്, നിങ്ങൾ അത് ഫസ്റ്റ് ആ കിട്ടുന്ന കോഴ്സ് ആൻഡ് കോളേജ് നമ്മൾ അത് കൃത്യമായിട്ട് ടോക്കൺ ഫീ അടച്ച് നമ്മളത് നമ്മുടെ ഒരു കോളേജ് അല്ലെങ്കിൽ കോഴ്സ് ആയിട്ട് നമ്മൾ അത് ഓപ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെന്റിൽ നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഹയർ ഓപ്ഷൻസ് എടുക്കാം, അല്ലെങ്കിൽ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാം. ലോവർ ഓപ്ഷൻസിനെ പറ്റി പിന്നെ ഒന്നും ചിന്തിക്കേണ്ട, അത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി. അപ്പൊ ഇതാണ് അലോട്ട്മെന്റ് പ്രോസസ്സിൽ നമ്മൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പൊ കുറെ പേര് വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഓപ്ഷൻ കൊടുത്താൽ ഇങ്ങനെ പോകുന്നത്. അതിന്റെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും അത് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങളെ ഈ പറഞ്ഞ പോലെ കോളേജുകളും കോഴ്സുകളും ഒക്കെ എടുത്തു വെച്ച്, നമുക്ക് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കോളേജിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, കോഴ്സിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അത് കോളേജ് ആൻഡ് കോഴ്സ് കോമ്പിനേഷൻ ആണോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ആദ്യം ഡിസൈഡ് ചെയ്യാം. ഓക്കെ, അത് ഓരോരുത്തരുടെ താല്പര്യമാണ്. നമുക്ക് ഏത് കോളേജിൽ, ഇന്ന കോളേജിൽ തന്നെ പോകണം, അല്ലെങ്കിൽ നമുക്ക് കോഴ്സ്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുവാണെങ്കിൽ, നമ്മൾ കോഴ്സിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം നമ്മൾ നല്ല കോളേജ് എടുക്കാം, നല്ല കോളേജ് തന്നെ നോക്കണം. പക്ഷെ അവിടെയും നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കോഴ്സ് 4 വർഷം പഠിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് നമ്മൾ ഫ്യൂച്ചറിലേക്കുള്ളതാണ്. നമ്മൾ എന്ത് പഠിക്കുന്നോ അതാണ് നമ്മുടെ ഫ്യൂച്ചർ. അപ്പോൾ നമ്മുടെ താല്പര്യത്തോടു കൂടി വേണം നമ്മൾ ഏത് കോഴ്സും സെലക്ട് ചെയ്യാനായിട്ട്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ഓപ്ഷൻസ് പ്രിപ്പയർ ചെയ്ത് വെക്കുക. അതിനുശേഷമാണ് നമ്മുടെ അലോട്ട്മെന്റ് പ്രോസസ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. യെസ്, നമുക്ക് അലോട്ട്മെന്റിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫസ്റ്റ് ഒരു ട്രയൽ അലോട്ട്മെന്റ് ഉണ്ടാവും. അത് ജസ്റ്റ് നിങ്ങൾക്ക്, അതായത് എങ്ങനെയാണ് ഈ അലോട്ട്മെന്റ് പ്രോസസ് എന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമുള്ളതാണ്. അതിനകത്ത് നമുക്ക് കിട്ടുന്ന അത് ഇന്ന കോളേജ് ഇന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ അത് തന്നെ വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പിന്നെ വരുന്നതാണ് ഫസ്റ്റ് അലോട്ട്മെന്റ്. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു കോളേജും കോഴ്സും നമുക്ക് കിട്ടും. ഓക്കെ, അതിനുശേഷമാണ് പിന്നെ സെക്കൻഡ് അലോട്ട്മെന്റ് വരിക. അപ്പൊ ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ടോക്കൺ ഫീ അടച്ച് നമ്മൾ അത് ആ ഒരു സീറ്റ് നമ്മൾ ബുക്ക് ചെയ്ത് വെക്കുകയാണ്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന് മുകളിലേക്കുള്ള ഓപ്ഷൻസ് മാത്രമേ പിന്നീട് ഉണ്ടാവുള്ളൂ. താഴെയുള്ളത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും. മുകളിലുള്ളത് നമുക്ക് വേണമെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. അത് നമുക്ക് അതിൽ ചൂസ് ചെയ്തിട്ട് വേണമെങ്കിലും ഡിലീറ്റ് ചെയ്യാം. എല്ലാം കൂടി ഡിലീറ്റ് ചെയ്യണമെന്നില്ല. അപ്പൊ മുകളിലുള്ള ഒരു 1, 2 മാത്രം വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാൻ, അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്യാൻ, അതിനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല.
സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള സബ്സിക്വന്റ് അലോട്ട്മെന്റ് ഒക്കെ ആ സമയത്തേ വരുള്ളൂ. തേർഡ് അലോട്ട്മെന്റ് ഉണ്ടാവോ അതോ പിന്നെ നമുക്ക് ചിലപ്പോ ഡയറക്റ്റ് ആയിട്ട് കോളേജിൽ അത് വാക്കന്റ് ആയിട്ട് വരുന്ന സീറ്റുകളൊക്കെ മോപ്പപ്പ് അലോട്ട്മെന്റ് എന്നുള്ള പ്രോസസ് ഒക്കെ അതൊക്കെ നമുക്ക് അതാത് സമയത്ത് അതിനെ കുറിച്ചുള്ള വീഡിയോസ് ഞാൻ ചെയ്യാം. അപ്പൊ ഇതാണ് പ്രൊസീജിയർ. സെക്കൻഡ് അലോട്ട്മെന്റ് കഴിയുന്നതോടുകൂടി നമ്മൾ പിന്നെ കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കുകയും ആ കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ബാക്കിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് ഞാൻ അതാത് സമയത്ത് കൃത്യമായി പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൃത്യമായി നിങ്ങളുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. താങ്ക് യു.